ചേട്ടാ ഒരു ചോദ്യമാണ്. രാഹുൽ രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമോ? അതെ, എല്ലാവരും ചോദിക്കുന്ന ഇപ്പൊ ഒരു സ്വാഭാവികമായ ചോദ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ പീഡന കേസിൽ പ്രതിക്ക് വേണ്ടി വാദിച്ച ആള് ജയിലിൽ കിടക്കുമ്പോൾ ആ കേസിലെ പ്രതിയായ ആളിന് ജാമ്യം കിട്ടുമോ എന്നുള്ളത് സ്വാഭാവികമായൊരു സംശയം തന്നെയാണ്. നിലവിലുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെ അതിനുള്ള സാധ്യത കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. എന്ത് തോന്നുന്നു പ്രിയക്ക്? കേസ് കോടതിയുടെ മുന്നിലിരിക്കുകയാണ്, നമുക്കറിയാം, പറയാൻ കഴിയില്ല, തെളിയണം. ഈ പറഞ്ഞ ഈ അതിജീവിത അല്ലെങ്കിൽ ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിഷേധിച്ചിട്ടില്ല രാഹുൽ കുറേ കാര്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രധാനമായിട്ടും ഈ അബോർഷന് വേണ്ടിയിട്ട് കൊടുത്ത മെഡിസിൻ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ജാമ്യം കിട്ടാൻ വഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിലെ ഒരു കാര്യം പറയട്ടെ, ഇത് ഒരു ബന്ധമില്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. ഒന്നും ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്ത് ഒരാവശ്യമില്ലാതെ വലിഞ്ഞു കയറി വന്ന് പിടിച്ചു വാങ്ങിച്ച് കിടക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ആകാമെന്ന് വെച്ചിട്ട്. അതാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ അതിജീവിത പറയുന്ന കാര്യങ്ങൾ, ഒരു സ്ത്രീ കടന്നു പോകും, അവരുടെ പ്രായത്തിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ പലയിടത്തും പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആകാമോ, അവർക്ക് പഠിപ്പും പക്വതയില്ലേ, വിദ്യാഭ്യാസമില്ലേ, അപ്പം നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ആകാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും രണ്ടുപേർ തമ്മിലുള്ളൊരു ബന്ധമായിരുന്നു, അതൊരു പ്രണയമായിരുന്നു എന്ന് പറയുന്നു. ആ ഒരു സമയത്ത് നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കുഞ്ഞ് വേണം എന്നൊക്കെ പറയുമ്പം അത് അവർക്കൊരു ഭാവി പ്ലാൻ ചെയ്തതാണോ എങ്ങനെ? ഒരുപാട് ദുരൂഹതകളും അത്ഭുതങ്ങൾ ബാക്കിയിരിക്കുന്നുണ്ട്. ഈ മെസ്സേജുകൾ അന്ന് മുതലേ പക്ഷേ ഇപ്പോൾ നിലവിൽ ഉള്ള ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ പിന്നെ രാഹുലിന്റെ ജാമ്യാപേക്ഷ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് കുറ്റം സമ്മതിച്ചതുപോലെയാണ് രാഹുൽ പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴൊക്കെ തന്നെ നിഷേധിച്ചിട്ടില്ല. എപ്പോഴും കോടതിയിൽ നമുക്കറിയാലോ, കോടതി നമ്മുടെ നിയമം അനുസരിച്ച് നമ്മളെ കുറ്റാരോപണം വന്നാൽ നമ്മൾ നിഷേധിക്കുന്നു, എന്നാലും പിന്നെ നിയമ നടപടി പിന്നെ മുന്നോട്ട് പോകും. ഞാൻ കുറ്റം സമ്മതിച്ചാൽ പിന്നെ അങ്ങോട്ട് അതിന്റെ വിചാരണയുടെ ആവശ്യമില്ലല്ലോ. അങ്ങനെ നിയമത്തിൽ തന്നെ അങ്ങനെ പറഞ്ഞു, കുറ്റം സമ്മതിച്ചാൽ പിന്നെ ആൾ വിചാരണ നടത്തേണ്ട കാര്യമില്ല, അത് ആയി കഴിഞ്ഞു. ഏതാണ്ട് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഞങ്ങൾ നമ്മുടെ അടുപ്പത്തിൽ ഞങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ കൂടുതൽ ഗുരുതരമാവാൻ സാധ്യതയുള്ളത് ഈ നേരത്തെ പറഞ്ഞ ഈ അബോർട്ട് ചെയ്ത വിഷയങ്ങൾ, അല്ലെങ്കിൽ റേപ്പ് ചെയ്തു എന്നുള്ളതായി ബന്ധപ്പെട്ട് റേപ്പുമായി ബന്ധപ്പെട്ട് തന്നെ വിവിധതരം കേസുകളാണെന്നാണ് അദ്ദേഹത്തിന്റെ പേര് ചാർത്തിയിട്ടുള്ളത്. ഈ റേപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ കോടതിയിൽ പരാതി കൊടുക്കുമ്പം അങ്ങനെ വന്നതായിരിക്കണം. ഇവർ തമ്മിൽ പരസ്പര സമ്മതത്തോടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സത്യമാണ് വളരെ ശക്തിയുള്ളൊരു ദൈവം എന്ന് പറയുന്നത്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം സത്യം ഒരു ഈശ്വരനാണ്. അപ്പം അതിൽ നമുക്ക് വിശ്വസിക്കാം, തീർച്ചയായിട്ടും അതുണ്ടാവണം. ഇപ്പോൾ കോടതിയുടെ മുന്നിൽ ഇവർ തെളിവുകൾ നിരത്തി ചിലപ്പോൾ പ്രതി രക്ഷപ്പെടാം, പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഹണി ട്രാപ്പ് ആണ് എങ്കിൽ ആ കുട്ടിയും ഈ ഒരു സത്യം എന്ന് പറയുന്ന ഈശ്വരന്റെ മുന്നിൽ അവർക്ക് ശിക്ഷ കിട്ടും. അതല്ല മറിച്ച് രാഹുലാണ് ഇതിനകത്ത് ചീറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോലും. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം രാഹുൽ ഒരു ജനപ്രതിനിധിയാണെന്നുള്ളത്. ജനപ്രതിനിധി ഒളിച്ചു കിടക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സത്യം. നമുക്ക് ഇന്നിപ്പോ അല്പം മുമ്പ് ലഭിച്ച വാർത്തകൾ പറയുന്നു, അദ്ദേഹം ബാംഗ്ലൂരിൽ പറയുന്നു ഒരു ഫിലിം സ്റ്റാറിന്റെ വാഹനം ഉപയോഗിച്ചു, വാഹനം മാറിക്കയറി അദ്ദേഹം സഞ്ചരിക്കുന്നു, അദ്ദേഹം സിം കാർഡ് മാറ്റുന്നു എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ചിലപ്പോൾ എല്ലാം പോലീസ് പറയുന്നതായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാളെ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ രാഹുൽ ഒന്ന് കീഴടങ്ങണം. തീർച്ചയായിട്ടും. അല്ലാതെ പിന്നീട് ഹൈക്കോടതി നടത്താതെ സുപ്രീം കോടതി ഇപ്പോൾ ഇത് പുള്ളിയുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ പുള്ളി അത് പിന്നീട് അറസ്റ്റ് വരിക്കുക, അറസ്റ്റ് കീഴടങ്ങുക, പോലീസിന് കീഴടങ്ങുക, പിന്നെ നിയമ നടപടി സ്വീകരിക്കുക, പിന്നെ ജാമ്യാപേക്ഷയ്ക്ക് പോകാം, പിന്നെ എത്രയോ കാര്യങ്ങളുണ്ട്. ഇതുപോലെ ഒരു ജനപ്രതിനിധി മുങ്ങിയടക്കാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് രാഹുൽ എന്ന വ്യക്തിക്ക് മാത്രമല്ല, രാഹുലിനെ പ്രതികരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും. രാഹുലിനെ പ്രതികരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പക്ഷേ ഒരു കാര്യം ചെയ്തു. ആദ്യമേ തന്നെ ഈ രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, മാറ്റി നിർത്തിയിരിക്കുന്നു. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി. അപ്പം അത് ഒരു മാതൃകാപരമായ കാര്യമായിരുന്നു. ഈ ഒരു അലിഗേഷൻ വന്നപ്പോൾ തന്നെ അവർ ചെയ്തത് ഗംഭീര കാര്യം. പക്ഷേ അതിന് പിന്നാലെ പാർട്ടി നേതാക്കന്മാർ കാണിച്ചാണ് വൃത്തികേടായത്. വ്യക്തിപരമായി പലരും പിന്നെ സൈബർ രംഗത്തൊക്കെ സൈബർ ഇതിനെതിരെ എന്താണ് രാഹുലിനെ വിമർശിച്ച സതീശനെതിരെ അതിഭീകരമായ വിമർശനം ഉയർന്നു. അതുപോലെ പിന്നെ നേതാക്കന്മാരെല്ലാം ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയെ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ ചോദ്യചിഹ്നം നിർത്തുന്ന അവസ്ഥയിലേക്ക്. പക്ഷേ അവിടെയൊക്കെ സംഭവിച്ചെന്ന് പറയുമ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ
പുള്ളിക്കാരനിലെ ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിന്റെ കഴിവുകൾ, മെറിറ്റിൽ കിട്ടിയ കുറെ കഴിവുകളുണ്ട് പുള്ളിക്കാരന്. അപ്പോൾ അത് ജനങ്ങൾ ഒരു പക്ഷേ ഇന്നത്തെ കാലം ഇവിടെ എന്താണ് സംഭവിക്കണമെന്ന് അറിയാൻ പറ്റില്ല. ഈ പാലക്കാട് പോയ സമയത്തും ഒക്കെ നമുക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഇതൊരു ഹണി ട്രാപ്പാണോ അല്ലയോ ഇതൊന്നും അറിയാത്ത ഒരു സമയത്ത് ആണ് ആൾക്കാർ അത്രയും പിന്തുണച്ചതും ഇങ്ങനെ ഒരു സൈബറിലേക്ക് ഇത് കയറി വരുന്നതും ഇത്രയും മോശമായി വരുന്നത്. ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള നെഗറ്റീവ് ആൾക്കാർ വന്ന് പബ്ലിസിറ്റി കൊടുക്കുന്നതും സംസാരിക്കുന്നതും ന്യായീകരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടത്. പക്ഷേ പുള്ളി ഈ പറഞ്ഞതുപോലെ ഇതാവുകയാണെങ്കിൽ നമ്മളിപ്പോ ദിവസങ്ങൾ അങ്ങോട്ട് ചെല്ലും തോറും രാഹുൽ കൂടുതൽ വെട്ടിലാവുന്ന അവസ്ഥയാണ്. നിയമത്തിന് മുന്നിൽ രാഹുൽ ശരിക്കും കുടുങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ. കാരണം അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹത്തെക്കുറിച്ച് പുറത്തേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ് പലപ്പോഴും. ഒരിക്കലും ഒരു ജനപ്രതിനിധി ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾ ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് തന്നെയാണ് കോടതിക്ക് മുമ്പാകെ വരുമ്പോഴും ഒരുപോലെ പ്രധാനപ്പെട്ട ഇനിയെങ്കിലും പുള്ളിക്ക് ഒരല്പമെങ്കിലും എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുക. അത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ വിചാരണ നടത്തണമെന്നാണ്. അപ്പോൾ സാധാരണഗതിയിൽ സ്ത്രീകളാണ് ഇപ്പോഴും ആവശ്യപ്പെടാറുള്ളത്. സ്ത്രീയുടെ ഭാഗത്തു നിന്നാണ് അങ്ങനെ സ്ത്രീയുടെ അഭിഭാഷകരാണ് പറയാറുള്ളത് അടച്ചിട്ട കോടതി മുറികളിൽ വേണം നടത്താൻ. പുരുഷന്മാർ ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് വളരെ അപൂർവമാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെയും അതിജീവിതയെ കുറിച്ച് മോശമായിട്ടൊന്നും പബ്ലിക്കിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഒന്ന് മാത്രം പറയുന്നുണ്ട്, പുള്ളിക്കാരി വിവാഹിതയാണ്, ഭർത്താവിൻ്റെ കൂടെ കഴിയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമെന്ന് സമ്മതിക്കുമ്പോഴും ഇത് തൻ്റെ കുഞ്ഞാണോ എന്നതിലൊരു പക്ഷേ വേറൊന്നും കൂടെ ഉണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഈ അതിജീവിയുടെ ജീവിതത്തിൽ എന്തൊക്കെ ചില കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഞാനത് ഒത്തുതീർക്കാൻ പോയ ആളാണെന്ന്. ഒത്തുതീർക്കാൻ പോയാൽ ഞാൻ പിന്നെ ശാരീരികത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അടിസ്ഥാനപരമായി ആ ഒരു പൊതുപ്രവർത്തകർ, ഒരു MLA, ഒരു വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ പദവി ഇരിക്കുന്ന ഒരു വ്യക്തി കാണിച്ചത് തെറ്റാണ്. അത് ചൂഷണമെന്ന് നമുക്ക് പറയേണ്ടി വരും. അതിന് അത് ചൂഷണമാണ്. അതൊക്കെ ഒരുപക്ഷെ നാളെ കോടതിക്ക് മുന്നിലെത്തുമ്പോൾ അതൊക്കെ ഒരു വലിയൊരു വിഷയമാവാൻ സാധ്യത ഉള്ളത് തന്നെയാണ്. ഞാൻ എൻ്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് ചൂഷണം ചെയ്യുക. നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ ചെന്ന് ചൂഷണം ചെയ്തതുപോലെ അല്ല. മാനിപ്പുലേറ്റ് ചെയ്യാണ്. ഇതിപ്പം MLA എന്നുള്ളൊരു പ്രിവിലേജ് ഉണ്ട്, എല്ലാ അർത്ഥത്തിലും പൊതു സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരാളാണ്. അപ്പം അത് വെച്ചിട്ട് അവർ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അതൊന്നും ഒരിക്കലും ഒരു സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ട്രോമയിലേക്ക് കൊണ്ടുവരിക, ചീറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നതിന് തീർച്ചയായിട്ടും അത് കോടതി മുമ്പാകെ തെളിയുകയാണെങ്കിൽ അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കണം. അങ്ങനെ തന്നെയാണ് പാർട്ടിയും നല്ല തൻ്റെ ഇടപെടുക. കാരണം ഇതര പാർട്ടികളിൽ നമ്മളിപ്പോഴും കാണുന്നതല്ലേ സിനിമാ രംഗം. ഏതോ രാഷ്ട്രീയക്കാർ ഇന്നലെ ആരോ പറഞ്ഞതുപോലെ അത് സിനിമാ രംഗത്തുള്ള കാര്യമല്ലേ എന്നാണ് പറയുന്നത്. മുകേഷിന്റെ കേസിൽ പറഞ്ഞത് എത്ര മോശമായിട്ടുള്ള സിനിമാക്കാരെ പീഡിപ്പിക്കാം, രാഷ്ട്രീയക്കാരോ മറ്റുള്ളവരെ ഒന്നും പീഡിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളിവിടെ ഇപ്പൊ താരപ്പെടുത്തുന്ന രാഹുൽ ഈശ്വറിന്റെ, രാഹുൽ മാങ്കുട്ടത്തിന്റെ കാര്യങ്ങളിലാണ്. അതിന് രാഹുൽ ഈശ്വർ ജയിലിലായി കഴിഞ്ഞിരിക്കുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഇനിയിപ്പോൾ ജാമ്യാപേക്ഷ പോകുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഒരു വശത്ത് നടക്കും. എങ്കിൽ പോലും ഈ രാഹുൽ ഈശ്വർ ഇയാളെ ന്യായീകരിക്കാൻ രാഹുൽ ഈശ്വർ അകത്തായ സ്ഥിതിക്ക് ഇനി ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം അത്ര പന്തിയാകില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കോടതിയാണ് തീരുമാനിക്കേണ്ട. നമുക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ന്യായീകരിക്കുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് അത് ബാധിക്കുന്ന ഒരു കാര്യമല്ല വെറുതെ. കാരണം ഇത് ആരെങ്കിലും വില കൊടുക്കുന്നുണ്ടോ രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾക്ക്? അത് അയാളൊരു പക്ക സ്ത്രീ വിരുദ്ധനാണ്. അദ്ദേഹത്തിനും അമ്മയുണ്ട്, ഭാര്യയുണ്ട്, വീട്ടിൽ സ്ത്രീകളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു സ്ത്രീ, അയാൾ ഒരിക്കലും ഈ മെൻസ് അസോസിയേഷൻ വേണം, മെൻ2 വേണം എന്ന് പറയുന്നത് പുരുഷന്മാരോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല, സ്ത്രീകളോടുള്ള വെറുപ്പ് കൊണ്ടും വൈരാഗ്യം കൊണ്ടുമാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പരിധി വെത്താണെങ്കിൽ പബ്ലിസിറ്റി വേണ്ടിയുള്ള വിഷയമായിരിക്കാം. കാര്യം പുരുഷന്മാർക്ക് വേണ്ടി ആരും പരസ്യ രംഗത്ത് ഇറങ്ങുന്നില്ലല്ലോ. എന്നാൽ ഒരാൾ ഞാൻ ഇറങ്ങിയേക്കാം, വേറെ എന്തൊക്കെ പുരുഷന്മാരുടെ സംഘടന ഇവിടെ ഉണ്ട്, പക്ഷേ അവരായപ്പോൾ ഈ വിഷയത്തിൽ അവർ പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കാം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇനിയെങ്കിലും ഉള്ള കാര്യം മനസ്സിലാക്കി നാളത്തെ കോടതി തീരുമാനം വന്നു കഴിഞ്ഞാൽ അതിന് അംഗീകരിക്കാം. ജാമ്യം കിട്ടിയാൽ ഓക്കെ, കുഴപ്പമില്ല. അതല്ല ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ ഇനി ഹൈക്കോടതിയിലേക്ക് പോയി ആദ്യം വന്ന് കീഴടങ്ങണം. കാരണം അതാണ്, കാരണം അദ്ദേഹത്തെ വിജയിപ്പിച്ചുവിട്ട പാലക്കാട്ടെ ജനങ്ങളോട് ഉത്തരം പറയേണ്ട അവസ്ഥയാണ് വലിയ ഭൂരിപക്ഷത്തിൽ. അദ്ദേഹം അടൂർ ഈ തെക്കൻ ജില്ലക്കാരനായ ഒരാൾ പാലക്കാട് പോലൊരു സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച് അവർ വലിയ ഭൂരിപക്ഷം നൽകിയാണ് വിജയിപ്പിച്ച് വിട്ടത്. എന്നിട്ട് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു രീതിയിലും സ്ത്രീകളോട് കാണിക്കുന്ന ഇത്തരം, കാരണം ഇത് ഒരു രാഹുൽ മാങ്കൂട്ടത്തിലല്ല, 1000 രാഹുൽ മാങ്കൂട്ടത്തിൽമാർ അല്ലെങ്കിൽ ഇതിനേക്കാൾ അപ്പുറം ചെയ്തവർ ഇന്നും നമ്മുടെ മന്ത്രിസഭയിൽ ഉൾപ്പെടെ നേതാക്കളായിട്ട് തന്നെ ഇരിപ്പുണ്ട്, മന്ത്രിമാരായിട്ടിരിപ്പുണ്ട്, MLA-മാരായിട്ടിരിപ്പുണ്ട്. അവരിലും ഒക്കെ നമ്മളിത് ഒരു അഴിച്ചുപണി തീർച്ചയായിട്ടും ചെയ്യണമെന്നുള്ളതാണ്. എല്ലാ മേഖലയിലും, അതിപ്പോൾ സിനിമാ മേഖലയിലായാലും ശരി തന്നെ, ബാക്കി ഏത് രാഷ്ട്രീയത്തിലായാലും ശരി തന്നെ, മേഖല തന്നെ നമുക്കറിയാം. ഹേമ കമ്മിറ്റിയൊക്കെ വന്ന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിൽ ഈ സർക്കാർ അക്കാര്യത്തിലൊന്നും ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അത് ഒളിപ്പിച്ചു വെക്കുക, അതാണ് ചെയ്തത്. ഈ
ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴി എന്താണെന്ന് അറിയാൻ നമുക്ക് താല്പര്യം പൊതുസമൂഹത്തിൽ. എത്ര മോശമായ രീതിയിലാണ് മുകേഷ് പറഞ്ഞത്. ഒരു സ്ത്രീ വന്ന് പറയുന്നത് നമുക്ക് ഓർമ്മയുണ്ട്, അവരുടെ സ്വകാര്യ അവയവത്തിൽ മെഴുകുതിരി ഉരുക്കി ഒഴിച്ച് അടച്ചു വെച്ചോളൂ എന്നാണ്. അത്രയും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത് എന്നുള്ള ആ ഒരു ഒറ്റ കാര്യത്തിൽ സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു ജീവിതം അവിടെ ഉണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഈ പറയുന്നത്. സിനിമയിൽ എത്രയോ മാന്യന്മാരായ മനുഷ്യരുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ള എപ്പോഴും സിനിമയിൽ നിന്നുള്ള ഒരാൾക്ക് സത്യം പറഞ്ഞാൽ പലരും പറയാണ്ട് ഇനി അങ്ങോട്ട് നേരെ കല്യാണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടാവുമെന്ന് ആൾ സംശയിക്കും. ഇവരെ ഈ സദാചാര പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് എത്ര നല്ലതായിട്ട് പോയി അങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാ മേഖലയും പഠിച്ച് ഏറ്റവും നല്ല രീതിയിലുള്ളവരാണ് ഏത് മേഖലയും നമ്മൾ എടുത്തു കഴിഞ്ഞാലും കാണുന്നത്. രാഹുൽ ഒരുവരെ ശ്രദ്ധിക്കണമായിരുന്നു. ഇന്ന് പണ്ടത്തെ പോലെയല്ല. നമുക്ക് 4 വഴിക്ക് നമ്മളെ കണ്ണുകളാണ്. നമുക്ക് ക്യാമറകളുണ്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ സംവിധാനങ്ങളുണ്ട്. നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. പണ്ടത്തെ പോലെയല്ല. പണ്ട് എവിടെ സാക്ഷി എവിടെ തെളിവ് എന്നൊക്കെ ചോദിക്കുക. ഇന്ന് തെളിവ് മാത്രമേ ഉള്ളൂ. നമ്മൾ ജനത്തിന് മുന്നിൽ നമ്മൾ ഇറങ്ങി നിൽക്കുകയാണ്. അതാണ് സത്യം. ഈ സൈബറിടങ്ങളിൽ ഒരു മെസ്സേജ് ഒരു കുത്ത് തന്നെ ഇട്ട് ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അതവിടെ തെളിവാണ്. നമ്മൾ എത്ര തന്നെ ഡിലീറ്റ് ചെയ്ത് തിരിച്ചു പിടിക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ. അപ്പൊ ഇയാളെ ഫ്ലാറ്റിൽ ഈ അതിജീവ ചെന്നു എന്നുള്ളതിന്റെ വിഷ്വൽസ് ഇല്ലാന്ന് പറയുന്നത്, ഡിലീറ്റ് ആയെന്ന് പറഞ്ഞു. പക്ഷെ തിരിച്ചു പിടിക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതൊക്കെ തന്നെ ഇത് കാണിക്കുന്നത് ഈ പെട്ടെന്ന് തന്നെ ഈ പ്രശസ്തിയിലേക്ക് അല്ലെങ്കിൽ വലിയ അധികാരത്തിലേക്ക് വരുന്ന ഒരുപാട് ആളൊക്കെ ഇതൊക്കെ സംഭവിക്കാറുള്ളതാണ് സത്യം. അവരത് സൂക്ഷിക്കണം. ഇന്നത്തെ കാലത്ത് പുതിയ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കാലം മാറിപ്പോയി. നമുക്ക് പെട്ടെന്ന് നമുക്കങ്ങനെ ചെയ്യാൻ ഇപ്പോൾ പിന്നെ ചില കോൺഗ്രസ് നേതാക്കാരെ പറഞ്ഞു ഞങ്ങളുടെ നേതാക്കന്മാർ പല ഇതിനേക്കാളും കുഴപ്പക്കാരുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് ഇത് തെളിവില്ലായിരുന്നു. അങ്ങനെ ചിലപ്പോൾ ചെയ്തിരിക്കാം. കോൺഗ്രസ് എന്നുള്ളതല്ല, എല്ലാ രാഷ്ട്രീയ സമൂഹം ഒരുപാട് അനുഭവങ്ങളിൽ ഇരിക്കുകയാണ്. അതാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ അവരതൊക്കെ ചിന്തിക്കണം. അതൊന്നും ചിന്തിക്കില്ല. ഒരു പബ്ലിക് ഫിഗറായി നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അല്ലെ, ജനത്തെയും പോപ്പുലാരിറ്റിയും ഇഷ്ടവും ഇത് ഫലത്തില് തനിക്ക് കിട്ടിയ ഈ പ്രശസ്തിയും ഇതെല്ലാ കാര്യങ്ങളൊക്കെ തന്നെ പ്രിവിലേജുകളും ഒക്കെ തന്നെ തനിക്ക് ദുരുപയോഗം ചെയ്യുന്നതിനാണ് അദ്ദേഹം ഉപയോഗിച്ച്. പലരും അങ്ങനെയാണ്. പലരുടെയും കഴിവുകൾ, അവർക്ക് കുറച്ച് കഴിവുകൾ ഉണ്ടായിരിക്കും, അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും, അവർ സ്മാർട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അവർ ഉപയോഗിക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനും നെഗറ്റീവായിട്ട്. അവർ ശരിക്കും നമ്മൾ സമൂഹത്തിലേക്ക് ഇപ്പോൾ പറയേണ്ടത് എന്താണ്, നിങ്ങളുടെ കഴിവുകൾ സുതാര്യമായിരിക്കണം. നിങ്ങൾ ആ ചെയ്യുന്ന ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും കൊണ്ട് വരുന്ന ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, ആ റിസൾട്ട് എന്ന് പറയുന്നത് സുതാര്യമായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന്റെ റിസൾട്ട് സമൂഹത്തിന് കാണാൻ. നമ്മളതിലും തുടങ്ങിയിടത്ത് തന്നെ അവസാനിപ്പിക്കാം. രാഹുൽ ഈശ്വറിന് ജാമ്യം കിടക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമോ എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ഒരു ദിവസം നമുക്ക് നാളെ ഇവിടെ കാത്തിരിക്കാം. ഏതായാലും കോടതി തീരുമാനിക്കട്ടെ. അതിനനുസരിച്ച് രാഹുൽ ഉചിതമായ തീരുമാനം എടുക്കട്ടെ എന്നുകൂടി നമുക്ക് ആവശ്യപ്പെടാം. നമസ്കാരം.